ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4-ഇയർ ഡിഗ്രി പ്രോഗ്രാമിൽ വരുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ എന്ന സബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെൻ്റ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ അകത്ത് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്, നേച്ചർ, ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നിങ്ങനെ 3 ടോപ്പിക്കാണ് ഈ വീഡിയോയിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷനാണ്. ഇതിൻ്റെ അകത്ത് ഹെൻറി ഫയോളിൻ്റെയും FW ടൈലർ എന്നിങ്ങനെ 2 പേരുടെ ഡെഫിനിഷനാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഹെൻറി ഫയോൾ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കൺട്രോള്, കോർഡിനേറ്റിങ്, ഓർഗനൈസിങ്, പ്ലാനിങ്, ഫോർകാസ്റ്റിംഗ് എന്നിങ്ങനെ കുറച്ച് ഫങ്ഷൻസ് ചേരുന്നതാണ് മാനേജിങ്. ടൈലറിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്, മാനേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ്. എന്തിൻ്റെയാണ്? നമ്മളിപ്പോൾ എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതെങ്ങനെ ഏറ്റവും എളുപ്പത്തിലും ഭംഗിയായും ചെയ്തു തീർക്കാം എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കലയാണ് മാനേജ്മെൻ്റ് എന്നാണ് ടൈലർ പറയുന്നത്. നെക്സ്റ്റ്, എന്താണ് മാനേജ്മെൻ്റ് എന്ന് നോക്കാം. മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനെ നയിക്കുന്നതോ അല്ലെങ്കിൽ പ്ലാനിങ്, ഓർഗനൈസിങ്, ലീഡിങ്, കൺട്രോളിങ് എന്നിവ ഉൾപ്പെടുന്നതോ ആയ ഒരു ടാസ്കോ അല്ലെങ്കിൽ ആക്ടിവിറ്റിയെയാണ് മാനേജ്മെൻ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ ഓർഗനൈസേഷണൽ റിസോഴ്സസും വർക്കിംഗ് പീപ്പിൾസും മറ്റും ഒക്കെ ഉൾപ്പെടുത്തി ഓർഗനൈസേഷൻ്റെ ഗോളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് മാനേജ്മെൻറ്റ്. അടുത്തത് കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. അതിൻ്റെ പോയിൻ്റൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിൻ്റ്, മാനേജ്മെൻറ്റ് ആസ് ആൻ ആക്ടിവിറ്റിയാണ്. അതിൻ്റെ അകത്ത് പറയുന്നത്, മറ്റുള്ളവരുടെ എഫേർട്ടിലൂടെ ഒരു കാര്യം ചെയ്യുന്ന ഒരു ആർട്ടായിട്ടാണ് മാനേജ്മെൻറ്റിനെ നിർവചിക്കുന്നത്. ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റിയാണ് മാനേജ്മെൻറ്റ്. ഇതിൻ്റെ അകത്ത് വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നാൽ, ഇൻ്റർപേഴ്സണൽ ആക്ടിവിറ്റീസ്, ഡിസിഷണൽ ആക്ടിവിറ്റീസ്, ഇൻഫോർമേറ്റീവ് ആക്ടിവിറ്റീസ് എന്നിങ്ങനെ 3 ആക്ടിവിറ്റീസാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, മാനേജ്മെൻറ്റ് ആസ് എ പ്രോസസ്സാണ്. അതിൻ്റെ അകത്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കുകയും അതിനു വേണ്ടിയുള്ള സ്റ്റെപ്സ് ടേക്ക് ഔട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ മാനേജ്മെൻറ്റിൻ്റെ അകത്ത് വരുന്ന ഫങ്ഷൻസാണ് ഡയറക്റ്റിങ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, കൺട്രോളിങ്. അതുപോലെ മാനേജ്മെൻറ്റ് ഒരു പ്രോസസ്സാകുമ്പോൾ അതിന് കുറച്ച് ഇംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അത് 1 by 1 ആയിട്ട് നോക്കാം. ഒന്നാമത്തത് സോഷ്യൽ പ്രോസസ്സാണ്. അതെന്തെന്നാൽ മാനേജ്മെൻറ്റിൽ ആളുകൾ തമ്മിലുള്ള ഇടപെടലുകളാണ് ഉൾപ്പെടുന്നത്. രണ്ടാമത്തത് ഇൻറ്റഗ്രേറ്റഡ് പ്രോസസ്സ്. അതിൽ പറയുന്നത്, മാനേജ്മെൻറ്റ് എന്നത് ഹ്യൂമൻ, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസിനെ ഒരുമിപ്പിക്കുകയും അതിൻ്റെ ഇടയിൽ ഒരു ഐക്യം നിലനിർത്താനും ശ്രമിക്കുന്നുണ്ട്. അടുത്തത് കണ്ടിന്യൂസ് പ്രോസസ്സ്. ഇതിൽ പറയുന്നത്, മാനേജ്മെൻറ്റിൽ പ്രോബ്ലംസ് തുടർച്ചയായി തിരിച്ചറിയുകയും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ട്. അടുത്ത പോയിൻ്റ്, മാനേജ്മെൻറ്റ് ആസ് എ ടീം ഓർ ഗ്രൂപ്പാണ്. ഇതിൽ പറയുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന നിലയിൽ മറ്റു വ്യക്തികളുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് അവരെ നയിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമുള്ള ഉത്തരവാദിത്തമുള്ള എല്ലാവരെയും മാനേജ്മെൻറ്റിൽ ഉൾക്കൊള്ളുന്നു. നെക്സ്റ്റ് പോയിൻ്റ്, മാനേജ്മെൻറ്റ് ആസ് ആൻ അക്കാഡമിക് ഡിസിപ്ലിൻ. ഇതിൽ പറയുന്നത്, വിജ്ഞാനത്തിൻ്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചായിട്ടാണ് മാനേജ്മെൻറ്റ് ഉയർന്നു വന്നിട്ടുള്ളത്. ഒരു ഓർഗനൈസേഷൻ്റെ എഫക്റ്റീവ് മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ള പ്രിൻസിപ്പിൾസും പ്രാക്ടീസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ മാനേജ്മെൻറ്റ് ഒരു ചലഞ്ചിങ് കരിയറാണ് ഇന്ന് ഓഫർ ചെയ്യുന്നത്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ നേച്ചറാണ്. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ്. മാനേജ്മെൻറ്റ് ഈസ് ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറയുമ്പം, മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഗോളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഗോൾസോ ആണ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഹ്യൂമൻ, ഫിസിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ റിസോഴ്സസിൻ്റെ യൂട്ടിലൈസേഷൻ. എങ്ങനെയുള്ള യൂട്ടിലൈസേഷൻ? എഫിഷ്യൻസി ആൻഡ് എക്കോണമിക്കലായിട്ടുള്ള യൂട്ടിലൈസേഷനാണ് മാനേജ്മെൻറ്റിൻ്റെ ബേസിക് ഗോൾ. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ഈസ് യൂണിവേഴ്സൽ. അതായത് മാനേജ്മെൻറ്റ് നമുക്ക് എല്ലാ ഓർഗനൈസേഷൻ്റെ അകത്തും കാണാൻ പറ്റും. എന്തെന്ന് പറഞ്ഞാൽ, ഫാമിലി, ക്ലബ്ബ്, യൂണിവേഴ്സിറ്റി, ഗവൺമെൻറ് അങ്ങനെയുള്ള എല്ലാ ഓർഗനൈസേഷൻ്റെ അകത്തും മാനേജ്മെൻറ്റ് നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, മാനേജ്മെൻറ്റ് ഈസ് ആൻ ഇൻറ്റഗ്രേറ്റഡ് ഫോഴ്സ്. അതെന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഹ്യൂമൻ ആൻഡ് അതർ റിസോഴ്സസിനെ കോർഡിനേറ്റ് ചെയ്യുകയും ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ്, മാനേജ്മെൻറ്റ് ഈസ് എ സോഷ്യൽ പ്രോസസ്സ്. മാനേജ്മെൻറ്റ് ഈസ് ഡൺ ബൈ പീപ്പിൾ, ത്രൂ പീപ്പിൾ ആൻഡ് ഫോർ പീപ്പിൾ. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സാണ്. മാനേജ്മെൻറ്റ് എപ്പോഴും വ്യക്തിബന്ധങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. മാനേജ്മെൻറ്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയുമ്പോൾ
ആന്ത്രോപോളജി, എക്കണോമിക്സ്, സൈക്കോളജി, സോഷ്യോളജി, എൻജിനീയറിംഗ് എന്നിങ്ങനെ സെവറൽ ഡിസിപ്ലിൻസിൻ്റെ അന്ന് ഡിറൈവ് ചെയ്യുന്ന നോളജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് എന്നത്. മാനേജ്മെൻറ്റിൻ്റെ ഈ അറിവ് മറ്റ് പഠന മേഖലകളെയും വളരെയധികം ആകർഷിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റ്, മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക്കും ഓൺഗോയിങ് പ്രോസസ്സുമാണ്. ഓർഗനൈസേഷൻ എത്ര നാൾ എക്സിസ്റ്റ് ചെയ്യുന്നോ അത്രയും നാൾ നീളുന്ന ഒരു ലോങ് ഓപ്പറേഷനാണ് മാനേജ്മെൻറ്റിൻ്റേത്. നെക്സ്റ്റ് പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയാൻ പറ്റാത്തൊരു പ്രോസസ്സാണ്. അതായത് അത് ഇൻടാഞ്ചിബിൾ നേച്ചറാണ് അതിനുള്ളത്. പക്ഷേ നമുക്ക് മാനേജ്മെൻറ്റ് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം അതിൻ്റെ റിസൾട്ട്സിലൂടെ നമുക്ക് മാനേജ്മെൻറ്റിനെ ഫീൽ ചെയ്യാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ആൻഡ് ആസ് വെൽ ആസ് സയൻസ്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ഇതിൻ്റെ അകത്ത് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ അകത്ത് ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് തിയററ്റിക്കൽ നോളജ്, അതായത് തിയററ്റിക്കൽ നോളജിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ബോഡി ഇതിൻ്റെ അകത്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ മാനേജ്മെൻറ്റ് ഈസ് ആൻ ആർട്ട് ആസ് വെൽ ആസ് സയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് മാനേജ്മെൻറ്റ് ഈസ് ഡൈനാമിക്. അതായത് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രോബ്ലംസിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് പ്രോബ്ലം അറൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടിയുള്ള പ്രിക്വേഷൻസ് എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് പൊതുവെ 5 ഫങ്ഷൻസ് ആണുള്ളത്: പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ഓർ ലീഡിങ് ആൻഡ് കൺട്രോളിങ്. ഫസ്റ്റ് പോയിൻ്റാണ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഡിസൈഡിങ് ഇൻ അഡ്വാൻസ്. വാട്ട് ടു ഡു, ഹൗ ടു ഡു, വൈ ടു ഡു, വെയർ ടു ഡു, ഹൂ വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഡൂയിങ് ദിസ് പ്ലാനിങ് എന്നീ കാര്യങ്ങളാണ് ഈ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്നത്. കൂടാതെ ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്നു. ഗോൾ മീറ്റ് ചെയ്യാനുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടൈം പ്ലാൻസ് മേക്ക് ചെയ്യുന്നു. അതുപോലെ ഈ ഗോൾസ് മീറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ്സും ആവശ്യമുള്ള റിസോഴ്സസും ഡിറ്റർമൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് പ്ലാനിങ്ങിൽ. സെക്കൻഡ് പോയിൻ്റാണ് ഓർഗനൈസിങ്. ഓർഗനൈസിൻ്റെ അകത്ത് ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യാനുള്ള റിസോഴ്സസ് ഒബ്റ്റെയിൻ ചെയ്യുകയും കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതുകൂടാതെ പീപ്പിൾസ്, വർക്ക് പ്രോസസ്സിങ്, എക്യുപ്മെൻറ്റ്സ് ഇവയെല്ലാം കൂടി ഓർഗനൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് പോയിൻ്റാണ് സ്റ്റാഫിങ്. സ്റ്റാഫിങ്ങിൻ്റെ അകത്ത് സ്റ്റാഫിങ് പോലെ തന്നെ എംപ്ലോയീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് സ്റ്റാഫിങ്ങിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ റിക്രൂട്ട്മെൻറ്റ്സ്, സെലക്ഷൻസ്, അപ്പോയിൻമെൻറ്റ്സ്, എംപ്ലോയീസിന് ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കുക, അവർക്കിടയിലൊരു കോർഡിനേറ്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, എംപ്ലോയീസിൻ്റെ ട്രെയിനിങ്, ഡെവലപ്മെൻറ്റ്സ്, അവർക്ക് റെമ്യൂണറേഷൻ ഡിസൈഡ് ചെയ്യുന്നു, അവരുടെ പ്രമോഷൻസ്, ഇൻക്രിമെൻറ്റ്സ്, അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, അങ്ങനത്തെ ഫങ്ഷൻസൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ ലീഡിങ്. ഈ ഫംഗ്ഷൻ്റെ അകത്ത് എംപ്ലോയീസിന് അവരുടെ ടാസ്കൊക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ തക്ക വിധം അവരെ ഗൈഡ് ചെയ്യുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വിഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുകയും ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. ഇതിനെ ഇംപ്ലിമെൻറ്റേഷൻ എന്നും ലീഡിംഗ് എന്നും മറ്റൊരു പേര് പറയുന്നുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഫംഗ്ഷനാണ് കൺട്രോളിങ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ്റെ അകത്ത് മാനേജ്മെൻറ്റ് കമ്പനിയെ അതിൻ്റെ ട്രാക്കിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗോൾസൊക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്. ക്വാളിറ്റി ഓഫ് വർക്കിന് വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നു. പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഫങ്ഷൻസൊക്കെയാണ് ഇതിൽ വരുന്നത്.